Good morning. Management accounting cash flow statement and the chapter അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അതിൻ്റെ ക്ലാസ്സാണ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുക, ദെൻ കറണ്ട് അസറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ പ്രൊഫോമ പ്രകാരം വരയ്ക്കുക, 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ദെൻ ആദ്യം എന്താ ചെയ്തേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്ര തന്നിരിക്കുന്നത്? 1 lakh ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്, 1 lakh എഴുതി. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും എഴുതുക. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി വരും, 2 ഡിപ്രീസിയേഷൻ ഉണ്ട്, മെഷീനറിയുടെയും ബിൽഡിങ്ങിൻ്റെയും. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഇത്രയ്ക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് വന്നിരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ടുകൾ തെറ്റിക്കാതെ എഴുതുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 39,000 കിട്ടും. അത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,39,000 കിട്ടി. അതിൽ നിന്ന് നമുക്കൊരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടായിരുന്നു, ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ലെസ് ചെയ്യുക, ദാറ്റ് ഈസ് 8,000 rupees. അതിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,31,000 ആണ് നമുക്ക് ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ളത് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എമൗണ്ട് തന്നെയാണ് നമ്മുടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വരിക, ദാറ്റ് ഈസ് 1,31,000. അപ്പോൾ ഇതാണ് ഹോംവർക്ക് ആൻസർ ആയിട്ട് വരിക, 1,31,000. കറക്റ്റ് ചെയ്യാം, മിസ്റ്റേക്സ് ഉള്ളവർ മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് കറക്ഷൻ നടത്തുക. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ നെറ്റ് പ്രോഫിറ്റ് 50,000, ഡിപ്രീസിയേഷൻ 10,000, preliminary expenses return of 5,000, loss on sale of fixed asset 500, provision for tax 80,000, transfer to general reserve 7,000, profit on sale of machinery 3,000. അത്രയ്ക്കാണ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ഒരു കുറച്ച് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റികളുടെ ഓപ്പണിംഗ് ബാലൻസസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഇനി നമ്മളോടത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നെറ്റ് പ്രോഫിറ്റ്, അത് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ദെൻ ഡിപ്രീസിയേഷൻ, അതെന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് 5,000 ആണ്, അതും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അതും ആഡ് ചെയ്യണം. നെക്സ്റ്റ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്, അതേതാണ്? അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി, അതെന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്, നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. പിന്നെ തന്നിരിക്കുന്നത് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അത് നമുക്ക് നോക്കാം. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്, കറണ്ട് അസറ്റ് കൂടി, കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. ദെൻ ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ്, പക്ഷെ അത് കുറഞ്ഞേക്കാണ്, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കറണ്ട് ലയബിലിറ്റി, അത് കുറഞ്ഞേക്കാണ്, ലെസ് ചെയ്യണം. ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി കുറഞ്ഞേക്കാണ്, ലെസ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് കറണ്ട് അസറ്റ് ആണ്, അത് കൂടിയേക്കാണ്, ലെസ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ എന്നും പറയണോ, ഇതങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്കിനി വളരെ സ്പീഡായിട്ട് നമ്മുടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് പ്രൊഫോമ വരയ്ക്കാം. 3 കോളം പ്രൊവൈഡ് ചെയ്യുക, പെർട്ടിക്കുലറും 2 എമൗണ്ട് കോളും. ആദ്യം എന്ത് എഴുതാൻ? നെറ്റ് പ്രോഫിറ്റ് എഴുതുക. എത്രയാണ്? 50,000 ആണ് നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്, അത് എഴുതുക. പിന്നെ ഏതൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ കണ്ടുപിടിച്ചത്? ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ഉണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ഇങ്ങനെ 5 നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. അതെന്ത് ചെയ്യണം? നമ്മൾ എല്ലാം ആഡ് ചെയ്യുക. 10,000, 5,000, 500, 80,000, 7,000. 5 ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,02,500 കിട്ടും. ആ 1,02,500 നമ്മൾ നേരത്തെ കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,52,500 ആണ് നമുക്ക് എന്ത് കിട്ടുക? അത് ആഡ് ചെയ്ത എമൗണ്ട് ആയിട്ട് കിട്ടുക. അതിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഓൺ സെയിൽ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എടുക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് 3,000.
അത് നമ്മൾ എന്ത് ചെയ്യാം, ലെസ് ചെയ്യണം. അപ്പോൾ 1,52,500 കൂടി 3,000 ലെസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,49,500 ആണ് നമുക്ക് ലെസ് ചെയ്ത എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അതാണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് വരിക. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം? കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തണം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ. അതിൽ കറണ്ട് അസറ്റ് ആഡ് ചെയ്യേണ്ടത് ഏതാണ്? ബിൽസ് റിസീവബിൾ ആണ്, കാരണം അത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തെന്ന് എഴുതാം? ആഡ് ഡിക്രീസ് ഇൻ ബിൽസ് റിസീവബിൾ ഉണ്ട്. പിന്നെ അസറ്റിലെ കറണ്ട് അസറ്റിൽ ആഡ് ചെയ്യാനൊന്നുമില്ല. പിന്നെ ലെസ് ചെയ്യാനുള്ള കറണ്ട് ലയബിലിറ്റിയിൽ ആഡ് ചെയ്യാനുള്ളത് ആകെ ഒരു ഐറ്റം മാത്രമാണ്, ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്തുണ്ടായേക്കണത്? കൂടിയേക്കാണ്. അപ്പോൾ എന്തെന്ന് എഴുതണം? ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 5,000 എഴുതി. ഇനി വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല, ഇനി എല്ലാം ലെസ് ചെയ്യാനാണ്. ലെസ് എന്ന് എഴുതാം. ആദ്യം കറണ്ട് അസറ്റുകൾ നോക്കാം. ലെസ് ചെയ്യാനുള്ളത് ഡെപ്റ്റേഴ്സ് ഉണ്ട്, അത് 3,000 ആണ്, ഡിഫറൻസ് കൂടിയേക്കാണ്. ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3,000 എഴുതി. പിന്നെ കറണ്ട് അസറ്റ് വന്നിരിക്കുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. അത് എത്രയാണ്? ഇൻക്രീസ് ആണ് ഉണ്ടായേക്കുന്നത്. ഇൻക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 100 എഴുതി. ദെൻ ഇനി കറണ്ട് അസറ്റുകളൊന്നുമില്ല. ഇനി കറണ്ട് ലയബിലിറ്റികൾ നോക്കാം. കറണ്ട് ലയബിലിറ്റിയിലെ ആദ്യത്തെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. അത് നമുക്ക് കുറഞ്ഞേക്കാണ്. അപ്പോൾ എന്തെന്ന് എഴുതണം? ഡിക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് ഡിഫറൻസ് എമൗണ്ട് 1000 എന്ന് എഴുതി. ദെൻ ബിൽസ് പേയബിൾ ആണ്, അതും കുറഞ്ഞേക്കാണ്. ഡിക്രീസ് ഇൻ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 2000 എഴുതി. ഇനി അത് നമ്മൾ ആഡ് ചെയ്യലും ലെസ് ചെയ്യലും ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസിങ് ആയിട്ട് എത്ര കിട്ടും? 400 കിട്ടും. നെഗറ്റീവ് ഒന്നല്ല, പോസിറ്റീവ് തന്നെയാണ്. ആദ്യം കാരണം 1,500ഉം 5,000ഉം ആഡ് ചെയ്ത് അതിൽ നിന്ന് 3,000, 100,000, 2,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും. അപ്പോൾ നമുക്ക് പോസിറ്റീവാണ്. അത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ആയ 1,49,500 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,49,900 കിട്ടും. അതാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 1,49,900 കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Net profit 25,000, depreciation 1,000, prepaid expenses on 1/1/2019 2,000 and on 31/12/2019 1,000, outstanding salary on 31/12/2019 500. ഇത്രയൊക്കെയുള്ള ആകെയുള്ള ഡീറ്റെയിൽസ്. അതിലൊരു പ്രത്യേകതയിൽ ഒരു എലമെൻറ്റ് എടുക്കുന്നുണ്ട്, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതയായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ നെറ്റ് പ്രോഫിറ്റ്, അത് നമുക്ക് ആവശ്യമുണ്ട്. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നെറ്റ് പ്രോഫിറ്റ് വേണം. ദെൻ അടുത്തത് എന്താണ്? ഡിപ്രീസിയേഷൻ. അതെന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അത് നമ്മൾ ആഡ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഓൺ 1/1/2019 തന്നിട്ടുണ്ട്, 31/12/2019 തന്നിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് പ്രീപെയ്ഡ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനായിരിക്കും? പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് അപ്പോൾ കൂടിയേക്കണോ കുറഞ്ഞേക്കണോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെക്കൻഡ് പാർട്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. 2,000 എന്നുള്ളത് 1,000 ആയിട്ട് കുറഞ്ഞു. പ്രീപെയ്ഡ് എക്സ്പെൻസസ് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് എഴുതാം. ദെൻ അടുത്ത് തന്നിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഓൺ 31/12/2019. അതായത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ക്ലോസിങ് തന്നിട്ടുണ്ട് 500, എന്തില്ല? ഓപ്പണിങ് ഇല്ല. അതായത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നില്ല? ഔട്ട്സ്റ്റാൻഡിങ് സാലറി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ വർഷം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് വന്നു ₹500. അപ്പോൾ അതെന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുമ്പോൾ അതെന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി ഇല്ലാത്തൊരു സാധനം ആ വർഷം വന്നു, അപ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റി കൂടി. കറണ്ട് ലയബിലിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുപോലെ ആഡ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അതായത് നമ്മളപ്പോൾ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, ക്ലോസിംഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ. അതായത് കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഓപ്പണിംഗ് ഇല്ലാണ്ട് വന്നത്. പക്ഷേ ഈ വർഷം ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വന്നു? ഔട്ട്സ്റ്റാൻഡിങ് സാലറി വന്നു. അതായത് ഓപ്പണിംഗ് ബാലൻസ് 0യും ക്ലോസിംഗ് ബാലൻസ് 500ഉം ആയി. എന്തുണ്ടായി? 0യിൽ നിന്ന് 500 ആയിട്ട്
കൂടി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതേണ്ടതായിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ? നെറ്റ് പ്രോഫിറ്റ് വെക്കുക. എത്രയാണ്? 25,000 ആണ്. ദെൻ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ 1000. അത് ഈ 25,000 കൂടി അത് ഔട്ടർ കോളത്തിലേക്ക് ആ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. അത് 25,000 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 26,000 കിട്ടി. അതാണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഒരു കറണ്ട് അസറ്റും ഉണ്ട്, ഒരു കറണ്ട് ലയബിലിറ്റിയും ഉണ്ട്. കറണ്ട് അസറ്റ് എന്താ ഉണ്ടായേക്കുന്നത്? 2,000 എന്നുള്ളത് 11,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യണം. ഡിക്രീസ് ഇൻ എന്താണ് കറണ്ട് അസറ്റ്? പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പോൾ ഡിക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 1000 എഴുതി. ഇനി അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറിക്ക് ഓപ്പണിംഗ് ഇല്ല, ക്ലോസിംഗ് മാത്രമേ ഉള്ളൂ. അതായത് ഓപ്പണിംഗ് 0യും ക്ലോസിംഗ് 500ഉം. അപ്പോൾ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൂടി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം. അപ്പോൾ എന്തെന്ന് എഴുതണം? ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് 0യിൽ നിന്നുള്ള 500 ആയിട്ട് കൂടി. ദാറ്റ് ഈസ് 500 ആണ് ഡിഫറൻസ് വരിക. 500 എഴുതി. ഇനി വേറൊരു ഐറ്റംസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ലെസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1500 കിട്ടും. ആ 1500 മുകളിൽ കിടക്കുന്ന 26,000 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 27,500 കിട്ടി. അതാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് 27,500 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഓപ്പണിംഗ് ഇല്ലെങ്കിലും ക്ലോസിംഗ് മാത്രമായാലും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ കറണ്ട് അസറ്റ് ആണോ കറണ്ട് ലയബിലിറ്റി ആണോ നോക്കിയിട്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഒരു 2 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഐറ്റം എന്താണ്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ട് തന്നെയാട്ടോ. അതിന് നമ്മൾ ഡിഫറൻസ് എടുക്കാറില്ല, അതുപോലെ തന്നെ എടുത്താൽ മതി. ഫസ്റ്റ് ഇയറിലെത്തിയും സെക്കൻഡ് ഇയറിലെത്തിയും. ദെൻ ബിൽസ് റിസീവബിൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. P&L അപ്രോപ്രിയേഷൻ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എന്തായിട്ട് എഴുതണം? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആയിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് എന്താണ്? ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്. അതെന്താണ്ടായേക്കണത്? കൂടിയേക്കാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. സോ ബിൽസ് റിസീവബിൾ നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ആണെങ്കിൽ നമുക്കത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കാം? നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. ആ കറണ്ട് ലയബിലിറ്റി എന്താണ്ടായേക്കണത്? കൂടിയേക്കാണ്. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം. സോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റും എന്തുതന്നെയാണ്? കറണ്ട് ലയബിലിറ്റി ആണ്. അത് കൂടിയേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റും നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും എഴുതാം, ആഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. അതെന്താണ്ടായേക്കണത്? കുറഞ്ഞേക്കാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് അത് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 2,000 ആണ് 1,800 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ഗുഡ് വിൽ ഉണ്ട്. ഗുഡ് വിൽ 24,000 എന്നുള്ളത് 20,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്താണ്ടാവുക? ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എത്ര? 4,000. അപ്പോൾ അതൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് അത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്. കൂടിയേക്കാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. അപ്പോൾ അത് ലെസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ആകെ ഒരേ ഒരു ഐറ്റം ഉള്ളൂ, ദാറ്റ് ഈസ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. അത് മാത്രമുള്ളൂ. സെക്കൻഡ് പാർട്ടിലാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കൂടിയതും കുറഞ്ഞതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഒരു 2 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഐറ്റം എന്താണ്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ട് തന്നെയാട്ടോ. അതിന് നമ്മൾ ഡിഫറൻസ് എടുക്കാറില്ല, അതുപോലെ തന്നെ എടുത്താൽ മതി. ഫസ്റ്റ് ഇയറിലെത്തിയും സെക്കൻഡ് ഇയറിലെത്തിയും. ദെൻ ബിൽസ് റിസീവബിൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. P&L അപ്രോപ്രിയേഷൻ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എന്തായിട്ട് എഴുതണം? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആയിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് എന്താണ്? ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്. അതെന്താണ്ടായേക്കണത്? കൂടിയേക്കാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. സോ ബിൽസ് റിസീവബിൾ നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ആണെങ്കിൽ നമുക്കത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാമായിരുന്നു. പക്ഷെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കാം? നമുക്ക് കറന്റ് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. ആ കറന്റ് ലയബിലിറ്റി എന്താണ്ടായേക്കണത്? കൂടിയേക്കാണ്. കറന്റ് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം. സോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് റെന്റും എന്തുതന്നെയാണ്? കറന്റ് ലയബിലിറ്റി ആണ്. അത് കൂടിയേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് റെന്റും നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും എഴുതാം, ആഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണ്? കറന്റ് അസറ്റ് ആണ്. അതെന്താണ്ടായേക്കണത്? കുറഞ്ഞേക്കാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് അത് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 2000 ആണ് 1800 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ഗുഡ് വിൽ ഉണ്ട്. ഗുഡ് വിൽ 24,000 എന്നുള്ളത് 20,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്താണ്ടാവുക? ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എത്ര? 4,000. അപ്പോൾ അതൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് അത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക്. സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്. കൂടിയേക്കാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. അപ്പോൾ അത് ലെസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ആകെ ഒരേ ഒരു ഐറ്റം ഉള്ളൂ, ദാറ്റ് ഈസ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. അത് മാത്രമുള്ള. സെക്കൻഡ് പാർട്ടിലാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കൂടിയതും കുറഞ്ഞതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. പ്രൊഫോമ പ്രകാരം 3 കോളം പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലർ, എമൗണ്ട്. ആദ്യം എന്താ എഴുതേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ആണ് എഴുതേണ്ടത്. ഡിഫറൻസ് കണ്ടുപിടിക്കുക. 10,000 എന്നുള്ളത് 20,000 ആയിട്ട് കൂടി. സോ ഡിഫറൻസ് എത്രയാണ്? 10,000 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരിക. നെറ്റ് പ്രോഫിറ്റ് 10,000. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആകെ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉള്ളൂ, അത് എഴുതുക. ആഡ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. എത്രയാണ് ഡിഫറൻസ് എമൗണ്ട്? 24,000 എന്നുള്ളത് 20,000 ആയിട്ട് കുറഞ്ഞു. സോ 4,000 റുപ്പീസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് 4,000 എന്ന് എഴുതാം. വേറെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസോ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്ത് 4,000 പുറത്തേക്ക് ഇടുക. അത് 10,000 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 14,000 കിട്ടി. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ആദ്യം നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് നോക്കാം. ആഡ് ചെയ്യാനുള്ള കറണ്ട് അസറ്റ് ഏതാണെന്ന് നോക്കാം. അത് വന്നിരിക്കുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്താണ്ടായേക്കണത്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് 2,000 എന്നുള്ളത് 1,800 ആയിട്ട് കുറഞ്ഞേക്കാണ്. സോ ഡിഫറൻസ് എമൗണ്ട് ഡിക്രീസ് ഇൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 200 എഴുതി. ദെൻ അടുത്തത് ഇനി കറണ്ട് അസറ്റുകളൊന്നുമില്ല. ഇനി കറണ്ട് ലയബിലിറ്റികൾ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം വരുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. അതെന്താണ്ടായേക്കണത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കൂടിയിരിക്കുന്നു. കൂടിയാൽ കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം. സോ ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 2,000 ആണ്. അത് എഴുതി. ദെൻ അടുത്ത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണുള്ളത് ആഡ് ചെയ്യാനുള്ളത്. അതും കൂടിയിരിക്കുകയാണ്. സോ ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 2,400. അത് നമ്മൾ എഴുതി. ദെൻ ഇനി ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നുമില്ല. ലെസ് ചെയ്യാം. ലെസ് ചെയ്യണമെങ്കിൽ ആദ്യം കറണ്ട് അസറ്റ് ഏതാ വന്നിരിക്കുന്നത്? രണ്ടും കറണ്ട് അസറ്റുകളുള്ളൂ. കറണ്ട് ലയബിലിറ്റികളൊന്നുമില്ല ലെസ് ചെയ്യാനായിട്ട്. ബിൽസ് റിസീവബിൾ ഉണ്ട്. ബിൽസ് റിസീവബിൾ 18,000 എന്നുള്ളത് 22,000 ആയിട്ട് കൂടിയിരിക്കുന്നു. സോ ഡിഫറൻസ് എമൗണ്ട് 4,000. ഇൻക്രീസ് ഇൻ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതി. ദെൻ അടുത്ത എന്താണ്? സ്റ്റോക്കാണ്. അതും കൂടിയിരിക്കുകയാണ്. സോ ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 4,000 എഴുതി. ഓക്കെ, ഈ രണ്ട് ഐറ്റമ നമുക്ക് ലെസ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ളതും എഴുതാം. ആ ഓർഡറിലൊന്നും എഴുതി നമുക്ക് തെറ്റില്ല. ആഡ് ചെയ്യാനുള്ളിൽ ആദ്യം കറണ്ട് അസറ്റ് എഴുതാം, പിന്നെ കറണ്ട് ലയബിലിറ്റി എഴുതാം. അത് കഴിഞ്ഞിട്ട് ലെസ് ചെയ്യാനുള്ളിൽ ആദ്യം കറണ്ട് അസറ്റ് എഴുതാം, പിന്നെ കറണ്ട് ലയബിലിറ്റി എഴുതാം. അങ്ങനെ ഇതൊക്കെ മൊത്തം 5 ഐറ്റം നമുക്ക് കിട്ടി. അതൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുക. കാരണം ആഡ് ചെയ്യാനുള്ളത് ആകെ 3 ഐറ്റമാണുള്ളത്. ദാറ്റ് ഈസ് 2,400, 2,000ഉം 200ഉം. ലെസ് ചെയ്യാൻ 2 ഐറ്റം ഉള്ള, പക്ഷേ എമൗണ്ട് കൂടുതലാണ്. രണ്ടും കൂടി 8,000 വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് 3,400 ആണ് കിട്ടുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചിഹ്നം ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിന് പകരം നമ്മൾ എന്ത് എഴുതണം? ബ്രാക്കറ്റിൽ ഇടണം. ബ്രാക്കറ്റിൽ എഴുതാം 3,400. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ആയ 14,000 നിന്ന് ഈ 3,400 ലെസ് ചെയ്തു. സോ 10,600 ആണ് നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ആ ആഡും ലെസ്സും ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫിഗർ ആണോ പോസിറ്റീവ് ഫിഗർ ആണോ നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, മുകളിലത്തെ എമൗണ്ടോടെ ആഡ് ചെയ്താൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് 10,600 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം.
Net profit 3 lakh, depreciation 20,000, transfer to general reserve 10,000, profit on sale of land 7,000, amortization of goodwill 10,000. അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽസ് മാത്രമേ തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, 2 വർഷത്തെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട് 4 ഐറ്റത്തിൻ്റെ. അതെന്തൊക്കെയാണ്? ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്രെഡിറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ക്യാഷ് ഫണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമുണ്ട്. ഡിപ്രീസിയേഷൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് ആഡ് ചെയ്യണം. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് ലെസ് ചെയ്യണം. അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ്വിൽ എന്താണ്, നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലത്തിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ഓഫ് തന്നെ, അതിന് വേറൊരു വാക്കാണ് നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ 10,000 വെച്ചിട്ട് നമ്മളിത് റൈറ്റ് ഓഫ് ചെയ്തു. സോ അത് നമ്മൾ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ആണ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ദെൻ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീസ് നോക്കാം. ആദ്യത്തെ ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് കൂടിയിരിക്കുകയാണ്, കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. ദെൻ ബിൽസ് റിസീവബിൾ കുറഞ്ഞിരിക്കുന്നു. ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് കുറഞ്ഞിരിക്കുന്നു. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ലെസ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമുക്ക് എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുൻകൂട്ടി അടച്ചത് കറണ്ട് അസറ്റ് ആണ്. അത് എന്തായിരിക്കുന്നത്, കുറഞ്ഞിരിക്കുകയാണ്. പ്രീപെയ്ഡ് കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യണം. സോ അപ്പോൾ അത്രയ്ക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ്വിൽ ആണ്. അത് ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഫോമ വരയ്ക്കാം. 3 കോളം പ്രൊവൈഡ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് എഴുതുക. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 3 lakhs ആണ്. 3 lakh എഴുതി. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഡിപ്രീസിയേഷൻ ഉണ്ട്, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ഉണ്ട്, പിന്നെ പ്രോഫിറ്റ് ഇൻകം ആണ്, അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ്വിൽ. അങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ്വിൽ തന്നതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. 20,000, 10,000, 10,000 ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40,000 കിട്ടി. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,40,000 ആണ് നമുക്ക് ടോട്ടൽ കിട്ടുക. അതിൽ നിന്ന് നമുക്കൊരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. എത്ര എമൗണ്ട്? 7,000. അപ്പോൾ 3,40,000 നിന്ന് 7,000 ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 3,33,000 ആണ് നമുക്ക് ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ആദ്യം ഏതൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്? ബിൽസ് ആഡ് ചെയ്യാനുള്ളതിൽ കറണ്ട് അസറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബിൽസ് റിസീവബിൾ ആണ്, അത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡിക്രീസ് ഇൻ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 2,000 എഴുതി. ദെൻ അടുത്തത് കറണ്ട് അസറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്, അതും കുറഞ്ഞിരിക്കുകയാണ്. ഡിക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 3,000 എഴുതി. ഇനി വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. അപ്പോൾ ലെസ് എന്ന് എഴുതാം. ലെസ് ചെയ്യുന്നതിൽ ആദ്യത്തെ കറണ്ട് അസറ്റ് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് കൂടിയിരിക്കുകയാണ്. സോ ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 3,000 എഴുതി. ദെൻ ലെസ് ചെയ്യാനുള്ളത് ഇനി കറണ്ട് അസറ്റുകൾ ഒന്നുമില്ല. കറണ്ട് ലയബിലിറ്റി ആയ ക്രെഡിറ്റേഴ്സ് ആണ്, അത് കുറഞ്ഞിരിക്കുകയാണ്. സോ ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 10,000 എഴുതി. അത് തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ ലെസ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് കൂടുതൽ. കാരണം 10,000ഉം 3,000 ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര കിട്ടി? 13,000 കിട്ടി. അതിൽ നിന്ന് 5,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? -8,000 ആണ് കിട്ടുക. നെഗറ്റീവ് എന്ന് എഴുതാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളത് ബ്രാക്കറ്റിൽ എഴുതി. ബ്രാക്കറ്റിൽ 8,000 പുറത്തേക്ക് എടുത്ത് എഴുതി. ആ 8,000 നമ്മൾ 3,33,000 നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്യാണ് വേണ്ടത്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,25,000 കിട്ടും. അതാണ് നമ്മുടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വരിക. ദാറ്റ് ഈസ് 3,25,000. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ ലെസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫിഗർ ആണോ പോസിറ്റീവ് ഫിഗർ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നെഗറ്റീവ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് തൊട്ട് മുകളിലത്തെ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യുക. അങ്ങനെ നമുക്ക് 3,25,000 ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് കിട്ടും. ഇനി ഒരു ഹോംവർക്കാണ്. നമ്മൾ ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിലെ ഫിഗേഴ്സ് മാത്രമേ വ്യത്യാസമുള്ള, വേറൊരു വ്യത്യാസങ്ങളും ഇല്ല. കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ കുറച്ച് ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആദ്യത്തെ ഐറ്റം സാലറി. അതെന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ എന്ത് മതി? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും മതി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സാലറി അത് ഓപ്പറേറ്റിംഗ് ആണ്, ബിസിനസ്സിലെ നിർബന്ധമായിട്ട് വേണ്ടതാണ് സാലറി. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല.
അടുത്തത് റെന്റ്, അതുപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നെയാണ് റെന്റ്, അതും നമ്മൾ എടുക്കണ്ട. ദെൻ ഡിപ്രീസിയേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ആഡ് ചെയ്യണം. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ആഡ് ചെയ്യണം. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് ആവശ്യമുണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുക. ഗ്രോസ് പ്രോഫിറ്റ് അത് ആവശ്യമില്ലാത്തൊരു ഐറ്റമാണ്. നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് മതി? നെറ്റ് പ്രോഫിറ്റ് മതി. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ആവശ്യം ഇല്ല. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് അതെന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്, ലെസ് ചെയ്യണം. ഇൻകം ടാക്സ് റീഫണ്ട് അതും എന്തുതന്നെയാണ്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്, ലെസ് ചെയ്യണം. ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നോക്കി ചെയ്യേണ്ട, ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നോക്കുക. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുക. ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത് ഹോംവർക്കായിട്ട് ചെയ്ത് ചെയ്യുക. നമുക്ക് ആൻസർ നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.